ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ വ്ളോഗായിട്ടാണ്. ഉച്ച തൊട്ടിട്ട് രാത്രി വരെയുള്ള ബിസി ഷെഡ്യൂളായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായത് ഉച്ച മുതലാണ്. ഫുഡ് പ്രിപ്പറേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് മന്തി ആക്കുന്ന പ്ലാന്, ബീഫ് മന്തി. അങ്ങനെ ആകുമ്പം രാത്രിക്കും ഇതെന്നെ മതിയല്ലോ. എനിക്ക് ഒരുപാട് വർക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കും രാത്രിക്കുള്ളതും. ഇങ്ങനെ ഈസി ആയിട്ടുള്ള റൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലാണ്ട് നടക്കുകയില്ല. ഇവിടെ ഇതാ ഞാനൊരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ടേക്ക് ഒരു വലിയ സൈസിൻ്റെ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു പിടിയോളം മല്ലിയിലയും 10 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി ഇതാ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് മസാല പൗഡേഴ്സാണ്. കൂടുതലൊന്നുമില്ല, ഒരു 2 സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ചേർത്ത് കൊടുക്കുന്നുള്ളത് അറബിക് മസാലയാണ്. ഇതൊരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ അത്ര വലിയ ടേസ്റ്റി ആയിട്ട് ഇഷ്ടമാകുന്നില്ലെങ്കിൽ 2 സ്പൂണ് മതി. നമുക്കിതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാട്ടോ, അതുകൊണ്ടാണ് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലിട്ട് ചേർത്തിട്ടുള്ളത് ചെറിയ ജീരക, അതൊരു 1/4 സ്പൂണോളം വരും. അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 തൊട്ട് ഒരു 1/2 കപ്പോളം വരും ഓയിൽ. ഞാനിതാ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കല. മിക്സ് ചെയ്യുമ്പോഴാണ് ഓർമ്മ വന്നിട്ടല്ലേ ഉപ്പിട്ടിട്ടില്ല. അത് ഉപ്പിടാത്തതുകൊണ്ട് തന്നെ ഓർമ്മ വന്ന് നമ്മൾ ബീഫ് സ്റ്റോക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വേഗം ചേർത്ത് കൊടുക്കലാന്ന്. അങ്ങനെ ഇതാ ബീഫ് സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, നമുക്ക് ഇതിൻ്റെ ഉപ്പുണ്ട് കറക്റ്റാണ്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കില്ല സൈഡിലോട്ടേക്ക്. ഒരുപാട് ടൈമൊന്നും വെക്കുന്നില്ല, റൈസ് വെക്കുന്ന ടൈം വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. ഞാനും മന്തിക്കുള്ള റൈസ് ഉണ്ടാക്കൽ ഊറ്റിയിട്ടല്ല, നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയെടുക്കലല്ല. നോർമലി നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കും പോലെ വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെയാണ് വേവിച്ചെടുക്കൽ. അതാണ് എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടല്ലേ. പക്ഷെ മറ്റേത് രണ്ടൊന്നും വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല, ഊറ്റി വെക്കുന്നതിലും ഇങ്ങനെ വറ്റിച്ച് വെക്കുന്നതിലും. ഇവിടെ ഇപ്പോൾ മോള് എൻ്റെ ഇൻസ്റ്റ പേജിൽ ഞാൻ മോൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ഇവൾ കോപ്പി ചെയ്തിട്ട് കാണിച്ചിരുത്താം. അങ്ങനെയായിരുന്നു ആ വീഡിയോയിലുണ്ടായത്. പിന്നെ ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ദേവായ ബ്രാൻഡിൻ്റെ ബസ്മതി റൈസാണ്. അതൊരു 3 ഗ്ലാസോളം ചേർത്ത് കൊടുക്കുന്നില്ലേ. ഞാനിപ്പം ഈ ഒരു ബ്രാൻഡിൻ്റെ റൈസാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ കുറച്ചായി ഈ ഒരു ബ്രാൻഡിൻ്റെ. നമ്മൾ ദുബായിൽ നിൽക്കുമ്പം ഈ ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നിട്ട് കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരിക്കൽ ലുലുവിൽ ഓഫർ ഇട്ടപ്പോഴാണ് ഈ ഒരു റൈസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നിപ്പം ഇതന്നെയാണ് വാങ്ങിക്കല്ലേ. ഇതാ കുക്കറിലോട്ടേക്ക് ബീഫിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം അതൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുക്കർ അടിച്ച് വേവിക്കാൻ വെക്കലാന്ന്. ഒരു 5-6 വിസിൽ മതിയാവും. ഒരു ടൈം ആകുമ്പോഴേക്ക് റൈസ് കുക്കർ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം, ആ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും ഒഴിച്ച് അതേപോലെ തന്നെ അരി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കലാന്ന്. ഇനി ഇതാ കൗണ്ടർ ടോപ്പ് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കൊടുക്കല, വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിക്ക്. ഇന്നത്തെ കേക്കിൻ്റെ കുറച്ച് ഫോണ്ടൻ വർക്ക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചെയ്ത് വെച്ചാൽ ഒന്ന് ഡ്രൈ ആവുമല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അതിന് വേണ്ടിക്കാണ് തുടച്ചു കൊടുക്കുന്നുള്ളത്. ഇവിടെ ഇപ്പം റെഡ് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ടില്ലേ, ഇതിൽ നിന്ന് ഒരു ഹേർട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണ്ടേ. എൻ്റെ കയ്യിൽ ഫോണ്ടൻ കട്ടേഴ്സ് ഉണ്ട്, പക്ഷേ വലിയ സൈസ് ഫോണ്ടൻ കട്ടേഴ്സ് ഇല്ല. അപ്പം ഞാൻ ഹേർട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഇതിൽ കാണിക്കുന്നുള്ളത്. ചെറിയൊരു ബോൾ സൈസ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. നിങ്ങളതിൽ ഫോണ്ടൻ കട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാം. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഈസി മെത്തേഡാട്ടോ ഈ ഒരു രീതിയിൽ. ഞാനിപ്പം ചെയ്തെടുക്കുന്നുള്ളത് ഈ ഒരു രീതി തന്നെയാണ്. വലിയ ഹേർട്ട് ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കൽ. നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിക്കോളും. ഇതാ ഈ ഒരു ഹേർട്ട് ഷേപ്പിന് ടൂത്ത് പിക്കും കൂടി കുത്തി കൊടുക്കണം. നമ്മൾ കേക്കിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കൽ ടൂത്ത് പിക്ക് കൊണ്ടാണ്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റല. ഇനി ഈ ഫോണ്ടൻറ്റിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു പീസും കൂടി എടുക്കുന്നുണ്ട്. എനിക്ക് ഒരു മീഡിയം സൈസും അതേപോലെ തന്നെ ഒരു സ്മോൾ സൈസായിട്ടുള്ള ഹേർട്ട്സും കൂടി വേണം, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയൊരു പീസ് ഫോണ്ടൻ്റ് ഉണ്ടല്ലോ, അത് കോൺഫ്ലോറിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കലാണ്.
ഇനി ഫോണ്ടൻ കട്ടർ എടുക്കല. ഇതിലിപ്പം കുറേ ടൈപ്പ് ഉണ്ട്. ഞാൻ അന്ന് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷീൻ ഹാളിൽ ഇതൊക്കെ. പക്ഷെ അന്നേരം എനിക്ക് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കട്ടേഴ്സൊക്കെ കാണിക്കാൻ. അതിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നുള്ളത്. ഇത് നല്ലൊരു ഓഫർ റേറ്റിന് കിട്ടിയിട്ടുണ്ടായതാണ്. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട് ഈ ഒരു സാധനം. ഇത് കട്ട് ചെയ്തെടുക്കല. സംഭവം ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ടൈമാണെങ്കിൽ നല്ലോണം പോവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ വലിയ കാര്യം. ഇവിടെ ഇപ്പോൾ മോള് വന്നിട്ട് നിൽക്കുന്നുള്ളത്, ഞാൻ എപ്പോൾ ഫോണ്ടൻ കട്ടേഴ്സും അതേപോലെ തന്നെ നോസിലും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോക്സ് അവൾക്ക് വേണം. എന്നിട്ട് ഹോളിൽ പോയിട്ട് ഫുള്ള് നിരത്തിയിട്ട് കളിക്കല. പിന്നെ ഞാൻ വിചാരിക്കുക അങ്ങ് കൊടുത്തേക്കാം, പിന്നെ നമ്മൾ അടങ്ങിറക്കാൻ വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ എടുത്ത് കൊടുക്കുകയും ചെയ്യൂട്ടാ. ഇങ്ങനെ ഇതാ ഹേർട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 ബൗളിലായിട്ട് മാറ്റി വെക്കില്ല, വലുതും ചെറുതുമായിട്ട്. അങ്ങനെ ആകുമ്പം കേക്കിലേക്ക് വെക്കുമ്പം ഈസി ആയിരിക്കും. ഇനി ഇതാ ഒരു ബെൻഡോ കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങ് ഡിസൈൻ അയച്ചെന്ന കേക്കാണെങ്കിൽ ഒരു ബേജാറോ ഒരു ടെൻഷനോ ഒന്നും ഇല്ലാണ്ട് അങ്ങ് ചെയ്തെടുക്കും. പക്ഷേ ഡിസൈനൊന്നും ഇല്ലാത്ത കേക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ടെൻഷനാട്ടാ, എന്ത് ഡിസൈനാണ് കൊടുക്കലെന്ന്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാലും വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ പൊതുവേ ഡിസൈനുള്ള കേക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നേരത്തെ ഹേർട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ മനസ്സിലൊരു ഡിസൈൻ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിക്കുള്ളതായതുകൊണ്ട് വലിയ ചിന്തിക്കൊന്നും ചെയ്യേണ്ട. പക്ഷെ ഇതങ്ങനല്ല കേട്ടോ. ഇതിപ്പോൾ എന്താ കൊടുക്കേണ്ടതെന്നുള്ള ആ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ. കേക്ക് ഞാൻ സിമ്പിളായിട്ട് സൈഡിൽ പാലറ്റ് നൈഫ് വെച്ചിട്ടും അതേപോലെ തന്നെ മുകളിൽ 2 ബട്ടർഫ്ലൈ, പിന്നെ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ഡിസൈൻ അത്രേ കൊടുത്തിട്ടല്ലോ. പിന്നെ ഷുഗർ ബോൾസ് ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായത്. ഇതെങ്ങനെ രസമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇനി ഇത് ബെൻഡോ ബോക്സിലേക്ക് മാറ്റി കൊടുക്കില്ല. അങ്ങനെ ഇതാ എൻ്റെ കേക്ക് സെറ്റ് ആകുമ്പോഴേക്ക് ബീഫ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എയറെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കലാന്ന്. അപ്പോൾ ബീഫെല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് വറ്റിച്ചെടുക്കലാന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട്. അങ്ങനെ ഇതാ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദമ്മിട്ടടിക്കലാന്ന്. അതിന് മുമ്പായിട്ട് ഒന്ന് റൈസെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കും. പക്ഷേ ഇതിൽ വെക്കുമ്പോൾ അങ്ങനെ കട്ട പിടിക്കലോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒറ്റ റൈസായി തന്നെ കിട്ടലുണ്ട്. ഇനിതാ വേറൊരു പാത്രത്തിലോട്ടേക്ക് ഇത് ദമ്മിട്ട് കൊടുക്കില്ല. താഴ്ഭാഗം റൈസും അതേപോലെ തന്നെ സെൻറ്ററിലോട്ട് ബീഫിൻ്റെ ആ ഒരു മസാല, പിന്നെ മുകളിലായിട്ട് റൈസ്, ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് ദം ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് 3 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 10-15 മിനിറ്റ് വെക്കുന്നുള്ളൂ. ഇപ്പം തന്നെ ഏകദേശം ടൈമെല്ലാം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇനിതാ റൈസെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിന് കൂട്ടി തിന്നാൻ വേണ്ടിക്ക് ഞാൻ തക്കാളിൻ്റെ ചട്നിയും അതേപോലെ തന്നെ മയോണൈസും അത് രണ്ടും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ലഞ്ച് കഴിക്കുന്നുള്ളത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി ഒരു ട്രോളി ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ റൂമിൽ ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടിക്കുള്ള. പക്ഷേ തീരെ ലൈറ്റ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് നമ്മളെ റൂമിൽ. നമുക്ക് പുറത്തുനിന്നുള്ള വെളിച്ചം കുറവാണ് നമ്മളെ റൂമിൽ, ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വലിയ ക്ലാരിറ്റി ഒന്നും കാണാത്തരം ഞാനിത് നേരെ എൻ്റെ ഓവൻ വെക്കുന്നിടത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ടാട്ടോ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ തീരെ വെളിച്ചൊന്നുമില്ല. പിന്നെ ഈ ഒരു ഹാമ്പർ മൊത്തം ചോക്ലേറ്റാണ് ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കുന്നുള്ളതാണ്. ആൾ 2 ഇവിടെ തന്നെ ഉണ്ട്, സൗദി തന്നെ ഉണ്ട്. അതിൽ നിന്ന് ഒരാൾ കൊടുക്കുന്നുള്ളതാണ്. ഇത് സെറ്റ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു മിനി ട്രോളി ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള വരുന്നത്. പിന്നെയെന്ന് പറയാൻ ഇന്നൊക്കെ വേറെ ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞല്ല, അതും വേറെ എക്സ്പീരിയൻസ് ആണ്. കഫേയിൽ സെറ്റ് ചെയ്യാനുള്ളതാണ് ഒരു ടാബിൽ. ഇനി ട്രോളി ഒന്നുകൂടെ ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിക്ക് ഫ്ലവേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിക്ക് തന്നെ ഞാൻ ഗ്ലൂ ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ എന്താ പറയുക ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് വേണ്ടിക്കുള്ള സാധനങ്ങളും വാങ്ങിക്കാൻ തോന്നാം. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഗ്ലൂ ഗണ്ണ്. പിന്നെ ഈ ഒരു ട്രോളിക്ക് മാച്ചായിട്ടുള്ള 2 ഫ്ലവർ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നി ഈ ഒരു പിങ്ക് തന്നെയാണ് ഇതിന് രസമായിട്ട് തോന്നിയിട്ടുണ്ടായേ. പിന്നെയും ഈ ഒരു പിങ്ക് ഫ്ലവറാണ് രസമെന്ന് തോന്നിയിട്ടും പിന്നെ ഇതിലൊന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് വെച്ച് നോക്കലാട്ടാ. പക്ഷെ എനിക്കൊന്നും വലിയ ഇഷ്ടമായിട്ടില്ല. ഈ ഒരു 2 പിങ്ക് വെക്കുമ്പോൾ തന്നെയാണ് രസമായിട്ട് തോന്നിയിട്ടുണ്ടായത്. പിന്നെ ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ വിചാരിച്ച ഫോക്സ് ബോൾ ഉണ്ടല്ലോ, അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് മനസ്സിൽ പ്ലാനുള്ളത്.
ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ട്രോളി കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ട്രോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടിക്ക് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ബിൽഡിങ്ങിൻ്റെ. എന്നിട്ട് അവിടെ നിന്നാട്ടാ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോസ് എല്ലാം ആണ് ഇത്. ഇതാ നേരത്തെ ഓവണെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം അതിൻ്റെ പ്ലേസിലേക്ക് എടുത്തു വെക്കലാണ്. ഇനി ചെയ്തെടുക്കുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറൊരു കേക്കും കൂടി ഉണ്ടെന്ന്, അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പറാണ് എടുത്തു വെക്കുന്നത്. ഇതിപ്പം ഞാൻ ടോപ്പർ എടുക്കാൻ പോകുന്നിടത്തുനിന്ന് കുറച്ചധികം എടുത്തു വെക്കും, മനസ്സിലുള്ളതെല്ലാം പിൻട്രസ്റ്റ് നിന്ന് കിട്ടുന്നതെല്ലാം. അതിൽ നിന്നിപ്പം ആപ്റ്റായിട്ടുള്ള ഒന്നെടുത്തിട്ടുണ്ട്, അതായിരുന്നു കേക്കിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇനി ഇത് ഈ ഒരു ടോപ്പർ കേക്കിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് വെച്ച് കൊടുക്കില്ല. ഇതിപ്പം ഞാൻ തലേന്ന് തന്നെ കേക്ക് ഫിനിഷ് ചെയ്തിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്നേക്ക് ഒരുപാട് പണികളുണ്ട്, അപ്പോൾ എന്തായാലും ഫിനിഷിങ്ങും അതൊന്നും നടക്കില്ല. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റിലേ ചെയ്തെടുത്തിട്ടുള്ളതാ. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹേർട്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കില്ല. ഇതിലിപ്പം വലിയ 2 ഹേർട്സ് ഉണ്ടല്ലോ, അത് കേക്കിൻ്റെ മുകളിലായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചെറുതും ഒരു മീഡിയം സൈസും ചെറുതും ഉണ്ടല്ലോ അതിൻ്റെ, അത് സൈഡിലെല്ലാം ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടാണ് കേക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വിചാരിക്കുന്നത്. ഇതാ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫൈസൽക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഓരോ കയ്യിലാണെങ്കിൽ ഞാൻ തമൂന്ന് ഓർഡർ ചെയ്തതിൻ്റെ പാക്കറ്റ് ഉണ്ടായിനി. തമൂന്ന് ഞാൻ ഓർഡർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഷീന്ന് നമുക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഡെലിവറി ആക്കാൻ വേണ്ടിക്ക്. പക്ഷേ തമൂല് കമ്പാരിറ്റീവ്ലി അത്ര ടൈം എടുക്കില്ല, അപ്പോൾ അത്ര ദിവസം എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ തമൂന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെയെന്ന് പറയാൻ റേറ്റ് കമ്പയർ ചെയ്യുമ്പം തമൂല് അതിന് കുറച്ച് അധികം ഉണ്ടായത്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല, എനിക്ക് കുറച്ച് ആവശ്യമുള്ള സാധനം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഇങ്ങനെ ഇതാ രണ്ടാമത്തെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ ഞാനിതിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കില്ല. 1/2 kg കേക്കാണ്, പക്ഷേ നമ്മൾ എങ്ങനെ ചെയ്ത് വന്നാലും 700 to 800 ആ ഒരു ഗ്രാമിൽ എങ്ങനെയായാലും എത്തലുണ്ട്. പിന്നെ ഇത് വെറുതെ നോക്കുന്നത് ഇത് എത്ര ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിക്ക്, അത്രയേ ഉള്ളൂ. ഇനി തമൂന്ന് ഓർഡർ ചെയ്തിട്ടുള്ള സാധനം കാണിച്ചു തരാം. എനിക്ക് നോർമലി എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ അത് അപ്പാടന്നെ തുറന്നു നോക്കണം. ഇന്നിപ്പോൾ വീഡിയോ കൂടി ഉണ്ടായതുകൊണ്ട് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി. ഇതിലിപ്പം ഞാൻ കൂടുതൽ ഓർഡർ ചെയ്തിട്ടുണ്ടായത് എൻ്റെ കേക്കിൻ്റെ ഐറ്റംസ് തന്നെയാണ്. ഇതിലാകെ എനിക്ക് 1-2 സാധനം ആവശ്യമുള്ളൂ. പക്ഷേ മിനിമം ഓർഡർ എന്ന് പറയുന്നുള്ളത് 100 റിയാലുണ്ട്. പിന്നെയെന്ന് പറയാൻ അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കണം. അങ്ങനെ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭാവിയിലേക്ക് ആലോചിച്ചിട്ട് കുറേ സാധനം എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം യൂസ് ഉണ്ടാവുമെന്ന് വരെ അറിയില്ല. കുറേ ഫൗണ്ടൻ കട്ടേഴ്സും പിന്നെ മോൾഡും അങ്ങനെയൊക്കെയാണ്. ആദ്യം തന്നെ കാണിക്കുന്നുള്ളത് ഈ ഒരു ടെഡിൻ്റെ മോൾഡായിരുന്നു. ഇത് എൻ്റെ മോൾക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിനി. പിന്നെ ഇതോള് കണ്ടേ പിന്നെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിട്ടില്ല. ബേബി ബേബി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇതെന്ന് പറയുന്നുള്ളത് ഫിഷിൻ്റെതും അതേപോലെ സ്റ്റാർ ഫിഷ് പിന്നെ അങ്ങനെ കുറേ സംഭവത്തിൻ്റെ മോൾഡാണ്. ഇത് സ്ക്വയറിൽ വരുന്ന ഒരു കട്ടേഴ്സാണ്. നമുക്ക് കുക്കി കട്ടറോ അല്ലെങ്കിൽ ബ്രൗണി കട്ട് ചെയ്യാനോ എന്തോ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബ്രൗണിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഫോണ്ടൻറ്റിൻ്റെ നൈഫ് ഉണ്ടല്ലോ, ഫോണ്ടൻ കട്ട് ചെയ്യുന്നത്, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിലിപ്പം ഒരു നൈഫും അതേപോലെ തന്നെ ഇതിൽ 5-6 ബ്ലേഡും കൂടിയാണ് ഉള്ളത്. അങ്ങനെ ഒരു സെറ്റാട്ടാ ഇത് വന്നിട്ടുള്ളത്. ഇനി ഈ കാണുന്നുള്ളത് ലാസ്റ്റ് എമൗണ്ട് തേക്കാൻ വേണ്ടിക്ക് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇതിൽ എന്തിനാ വാങ്ങിച്ചതെന്ന് ഇപ്പം ഇത് കണ്ടപ്പോഴാണ് തോന്നിയിട്ടുണ്ടായത്. പക്ഷേ അർജൻറ്റായിട്ട് ഓർഡർ ചെയ്യുമ്പം നമ്മൾ അതൊന്നും നോക്കില്ലല്ലോ, അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഫോണ്ടൻറ്റിൻ്റെ ടൂൾസ് അങ്ങനെ. പക്ഷേ ഇതിൽ വാങ്ങിച്ച മോൾഡൊക്കെ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉണ്ട്. നോർമലി തമൂന്ന് ഇത്ര ക്വാളിറ്റി ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിട്ടില്ല. പക്ഷേ കൈമ കിട്ടിയതെല്ലാം അടിപൊളി നല്ല സാധനങ്ങളായിരുന്നു. പിന്നെ ഇതിൽ എന്താ പറയുക, ഇതൊക്കെയാണ് തമൂന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു ചെറിയൊരു ബോൻ്റെ കട്ടേഴ്സ്. അപ്പോൾ അതെനിക്ക് കണ്ടപ്പം ഇതിലെത്രത്തോളം നമുക്ക് ഫൈനലായിട്ട് ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളത് നോക്കാൻ വേണ്ടിക്ക് ചെറിയൊരു പീസ് എടുത്ത് ഫോണിൻ്റെ എടുത്തിട്ട് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ സത്യം പറയാല്ല നല്ല ഫിനിഷിങ്ങിൽ അടിപൊളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു സമാധാനമാണ്, ഉപകാരത്തിന് എത്തുമെന്ന് തോന്നുന്നുണ്ട് എന്നുള്ളത്.
ഇനി ഇതാ അടുത്തതെന്ന് പറയുന്നത് രാത്രി എനിക്കൊരു കഫേയിൽ ഒരു ടേബിൾ സെറ്റ് ചെയ്യാനുണ്ട്. ഇതെൻ്റെ കസിന് വേണ്ടിക്ക് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനമെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ബലൂണെല്ലാം നേരത്തെ ഒരു കേക്കിൻ്റെ ഡെലിവറിക്ക് പോകണം. അതിന് മുമ്പായി തന്നെ എനിക്ക് ഈ ബലൂണെല്ലാം സെറ്റ് ചെയ്തെടുക്കണം. ചിലപ്പോൾ നമ്മൾ ഡെലിവറി ആക്കി തിരിച്ചു വരുമ്പോൾ ലേറ്റായി പോയില്ലെങ്കിൽ പിന്നെ പണി കിട്ടുമല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് അനങ്ങാണ്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഓർഡേഴ്സ് കൊണ്ടല്ല കേട്ടോ, നമുക്ക് ഈ ഓർഡർ കൂടാണ്ടുണ്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, മക്കളെ കാര്യം ചെയ്യണം, പിന്നെ നമുക്ക് കുറേ സൈഡായിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് ഇതും കൂടി ചെയ്യുമ്പോഴാട്ടോ ഭയങ്കരമായിട്ട് പണിയായിട്ട് തോന്നുക. അല്ലാണ്ട് ഇത് മാത്രം ഇളക്കുമ്പം വലിയതൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബിസി ആയിട്ട് നിൽക്കാനും. എനിക്കിങ്ങനെ ഓർഡേഴ്സ് ഒന്നും ഇല്ലാത്ത ദിവസം സത്യം പറഞ്ഞാൽ ഒരു മൂലക്ക് ചടച്ചിരിക്കല. പക്ഷേ ഇങ്ങനെ ഓർഡറുള്ള ദിവസമാണെങ്കിൽ ഭയങ്കര എനർജി ആയിരിക്കും, നല്ല രസമാണ് ചെയ്തെടുക്കാൻ. ഒരു ഓർഡർ ഇല്ലാത്ത ദിവസം ഓർഡറുള്ള ദിവസം രണ്ടും വരണൊരു ഫേസ് ആയതിൻ്റെത്. ഇതാ ഒരു 9:30 ആകുമ്പോഴാണ് ഫസ്റ്റത്തെ ഡെലിവറിക്ക് പോയിട്ടുണ്ടായത്. ഇവരിവിടെ വർക്ക് ചെയ്യുന്നത് നേഴ്സായിട്ടാണ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് നോക്കിയിട്ടാണ് ഈ ഒരു ടൈം പോയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ഡെലിവറി ഒന്നും കാണിക്കുന്നില്ല, അവരെ പ്രൈവസിയാണ്. പിന്നെ നമ്മളെ ഡെലിവറിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് മെഗ്ഡി കയറിയിട്ട് ഒരു ഐസ്ക്രീമെല്ലാം കഴിച്ചിട്ടാണ് തിരിച്ച് റൂമിലേക്ക് വന്നിട്ടല്ലേ. ഇനി റൂമിലേക്ക് വന്ന് ബാക്കിയുള്ള സാധനം എടുത്തിട്ട് വേണം കഫേയിലേക്ക് പോകാൻ. ടൈം ഇപ്പം കണ്ട 11 o'clock ആവാനായിട്ടുണ്ട്. അപ്പോൾ വേഗം വന്നിട്ട് കേക്കെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇതാ കേക്കും ബലൂണെല്ലാം എടുത്തിട്ട് പോവലാണ്. ഇപ്പം പോയിട്ടുണ്ടായത് റാക്കയിലുള്ള ഒരു കഫേയിലാണ്. ഇതൊരു 24 hours ഉള്ള ഒരു കഫേയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ്. ഭയങ്കര വലിയ സെറ്റിങ്സ് ഒന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടുള്ളതാണ്. ഞാൻ വീഡിയോ എൻഡിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നെയിം ഞാൻ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഡേ ഇതൊക്കെയായിരുന്നു. ഇങ്ങനെയല്ലാന്ന് ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.